ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് ഡേ ഇൻ ലൈഫ് വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ഡേ ഇൻ ലൈഫ് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഇപ്പോൾ ആദ്യം ഞാൻ നീച്ചിപ്പോൾ ഒരു പല്ല് തേക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എൻ്റെ ചാനലിൽ ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് രാവിലെ ചായക്ക് വെള്ളം വെക്കാം. ഇന്ന് നമുക്ക് ദോശയാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കണം. ദോശയും ചട്നിയാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ആദ്യം നമുക്ക് ചായക്ക് വെള്ളം വെക്കാം. ദോശ ആയതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അരച്ചെടുക്കണം. ചില നാട്ടിലൊക്കെ ദോശ എന്ന് പറയും, അതേപോലെ തന്നെ അപ്പം എന്ന് പറയും കേട്ടോ. ദോശ എന്ന് പറയുമ്പോൾ ഉഴുന്ന് ദോശയല്ല, സാധാ കലക്കിപ്പാവുന്ന ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കണത്. ഇവിടെ കുറച്ചധികം മുറ്റുണ്ട്, അപ്പം ഇനി നമുക്ക് മുറ്റടിക്കാം. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുടിക്കാം. കർക്കിടക മാസം വരുന്നതുകൊണ്ട് വീടാകെ ഒന്ന് തൂത്തി വാരണം. ഒരുപാട് മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടില്. അപ്പോൾ മാറാലൊക്കെ തട്ടിക്കൊട്ടി നല്ല വൃത്തിയാക്കണ പരിപാടിയാണ് ഇനി അടുത്തതായിട്ട്. രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അത് കഴുകി വെക്കലാണ് അടുത്ത പരിപാടി. മാറാലത്തട്ടിലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വാരി തുടച്ചാൽ നമ്മുടെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടിച്ചു വാരി ക്ലീൻ ആക്കാം. മാറാല തട്ടി അടിച്ചു വാരുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കുന്നുണ്ട്. ചോറിനുള്ള വെള്ളം വെച്ചതിന് ശേഷം ഞാൻ വേഗം തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ തുടയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ക്ലീനിങ് പരിപാടി ഇന്നത്തോടു കൂടി കഴിഞ്ഞു. വീട്ടിൽ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. കുളിച്ചിട്ട് വരാം. ഏകദേശം ടൈം 12 മണി ആയിട്ടുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മീൻകറിയാണ് ഉള്ളത്. അപ്പം മീൻകറി ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള ഉള്ളി വറവിടലാണ് ഈ കാണുന്നത്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മീൻകറി. അതേപോലെ തന്നെ ഒരു കുമ്പളത്തിൻ്റെ ഒരു ഓലനും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തതും ഉണ്ട്. മീൻ വറുത്തത് എന്ന് പറയുന്നത് മീനിൻ്റെ തലയാണ് കൂടുതലായിട്ടുള്ളത്. ഇനി നമുക്ക് ചോറ് തിന്നാം. അപ്പം നമുക്കിന്ന് ചോറ് കഴിക്കാൻ പോവാം. നല്ല മീൻകറിയും ഒരു തല വറുത്തതും
കുമ്പളങ്ങയുടെ തോരനുമാണ് ഉള്ളത്. പൂള തിന്നതിൻ്റെ കുറച്ച് പാത്രങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഒന്ന് നമുക്ക് കഴുകി വെക്കണം. ചോറുണ്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണമാണ് മുഖത്തെല്ലാം കാണുന്നത്. ഇപ്പം ഏകദേശം 5 മണി ആയിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാനായിട്ടുണ്ട്. നമുക്ക് ചായ ഉണ്ടാക്കാം. ഏകദേശം ടൈം 5:18 ആയിട്ടുണ്ട്. ഈ നേരത്താണ് ഇവിടെ ചായ കുടിക്കാറ്. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചായ തിളച്ചിട്ട് നമുക്ക് പൂള ഉണ്ടാക്കണം. ഇന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ പൂളയാണ്. പൂളയും ചായയും. ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ല. വല്ലപ്പോഴും മാത്രമേ ചായ കുടിക്കാറുള്ളൂ. എനിക്ക് അത്രയ്ക്കും പൂതിയാണെങ്കിൽ മാത്രം ഞാൻ ചായ കുടിക്കാറുള്ളൂ. ഇന്നിപ്പോൾ കപ്പ ഉണ്ടായതുകൊണ്ട് നമുക്ക് ചായയും കപ്പയും കുടിക്കാം. നല്ല കപ്പയും മീൻകറിയും, ഉച്ചക്കത്തെ മീൻകറിയും, കട്ടൻ ചായയാണ്. ഇന്നൊരു പിടി പിടിക്കാം. രാത്രി ആയപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോണിലെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഡേ ഇൻ ലൈഫ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.